അപ്പോൾ ഈ അടുത്ത് വായിച്ച ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അത് കാണുക കൂടി ചെയ്തപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇവിടെ ഈ ഒരു പീസ് റേഡിയോ സ്നേഹക്കൂടിൽ കൂടി പറഞ്ഞു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഹജബ്ബ എന്ന് പറയുന്ന ഒരു സാധാ ഒരു കച്ചവടക്കാരൻ, അദ്ദേഹം ഒരു വൻകിട കച്ചവടക്കാരനല്ല, വെറും ഓറഞ്ചുകളും നാരങ്ങകളും കൊട്ടയിലാക്കി എല്ലാ ദിവസവും മാർക്കറ്റിൽ പോയി വിൽക്കുന്ന ഒരാളാണ്. ഒരു കൊട്ടയോ അല്ലെങ്കിൽ 2 കൊട്ടയോ നാരങ്ങകൾ വിൽക്കും. അദ്ദേഹം തൻ്റെ ചെറുപ്പകാലം തൊട്ട് തന്നെ 16ാമത്തെ വയസ്സ് മുതൽ ആണെന്ന് തോന്നുന്നു, ഇനി വയസ്സ് എത്രയെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും അത്ര ചെറുപ്പകാലം തൊട്ട് തന്നെ അദ്ദേഹം വിൽക്കുന്ന നാരങ്ങയുടെയും അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെയും വിഹിതത്തിൽ നിന്നും ഒരു ചെറിയ സംഖ്യ അദ്ദേഹം മാറ്റിവെക്കും. തൻ്റെ നാട്ടിൽ ഒരു വിദ്യാലയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തറിയൂ, ഈ വർഷങ്ങൾ കൊണ്ട് സ്വരൂപിച്ച ഈ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് തൻ്റെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു സ്കൂൾ ആരംഭിക്കുന്നത്. ഹജബ്ബ സ്കൂൾ എന്ന് അടിച്ചു കൊടുത്താൽ നമുക്കൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ഒരു വലിയ വിശാലമായ കാഴ്ചപ്പാടാണത്. അഥവാ തനിക്കുള്ളത് ചെറിയൊരു സമ്പത്താണ്, ചെറിയൊരു ജോലിയാണ്, ചെറിയൊരു കച്ചവടമാണ് താൻ ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് പോലും ഒരു നിശ്ചിത വിഹിതം മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടാണ്. അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും സാലറി വാങ്ങുന്ന ആളുകൾ, മറ്റ് ജോലികൾ ചെയ്യുന്ന ആളുകൾ, ബിസിനസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സാലറിയിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ഇൻകത്തിൽ നിന്നും ഒരു ചെറിയൊരു വിഹിതം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് കൂടിയാണ് ഇതുപോലെയുള്ള ചില എക്സാമ്പിളുകൾ നമുക്ക് നൽകുന്നത്.